നമ്മുടെ മധ്യകർണത്തിൽ നിന്നും പഴുപ്പ് നമ്മുടെ ടിമ്പാനിക് മെമ്പറൈൻ, അതായത് കർണപടലം, കർണപടലത്തിന്റെ ദ്വാരം ഉണ്ടായിട്ട് മധ്യകർണത്തിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ പഴുപ്പ് പരിശോധനയ്ക്കെടുത്ത് അതിനനുസരിച്ചുള്ള ഇയർ ഡ്രോപ്സും ആന്റിബയോട്ടിക് മരുന്നുകളും നൽകി ചികിത്സിക്കാവുന്നതാണ്. അങ്ങനെ പഴുപ്പ് നിന്നു കഴിഞ്ഞാൽ ആ കർണപടലത്തിന്റെ ദ്വാരം, അതായത് ടിമ്പാനിക് മെമ്പറൈനിലെ പെർഫറേഷൻ അടയ്ക്കാനുള്ള സർജറിയായ മെർഗോപ്ലാസ്റ്റി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ചെവിയുടെ മുകളിലെ തൊലിയുടെ അടിയിലെ ഒരു ടിഷ്യൂ, അത് ഫേഷ്യ എന്ന് പറയും, അതെടുത്തും ചെവിയിലെ തന്നെ തരുണാസ്തി എടുത്തും ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, പഴുപ്പ് നമ്മുടെ മരുന്നുകൾ കൊണ്ട് പഴുപ്പ് നിന്നില്ലെങ്കിൽ ചെവിയുടെ പുറം ഭാഗത്തെ എല്ലാ മാസ്റ്റോയിഡ് തുറന്ന് അതിൽ നിന്നും പഴുപ്പെടുക്കുന്ന സർജറിയായ മാസ്റ്റോയിഡക്ടമി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സർജറിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സ്കാൻ ഒക്കെ ചെയ്തിട്ടുമാണ് ഈ സർജറികളൊക്കെ ചെയ്യുന്നത്. ഈ സർജറികളെല്ലാം ഇവിടെ മെർഗോപ്ലാസ്റ്റി, മാസ്റ്റോഡക്ടമിയും ഒക്കെ ഇവിടെ റൊട്ടീൻലി ചെയ്തു വരുന്ന സർജറികളാണ്. ഇനിയും ഇതിന് പുറമെ മൂക്കിലെ സർജറികളായ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, അതായത് മൂക്കിൽ സ്ഥിരമായ അലർജി ഉണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ കൊണ്ടുണ്ടാകുന്ന ദശ നീക്കം ചെയ്യുന്ന അഡ്വാൻസ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഇവിടെ ചെയ്യും. ക്യാൻസർ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള പല നൂതന സംവിധാനങ്ങളും അതുപോലെ തന്നെ തൊണ്ടയിൽ നമ്മുടെ സ്വരപേടത്തിന് വരുന്ന വലുതും ചെറുതുമായ പല കണ്ടീഷൻസും ആദ്യം തന്നെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യാനുമുള്ള സംവിധാനങ്ങളായ നാരോ ബാൻഡ് ഇമേജിംഗ്, ഫ്ലെക്സിബിൾ ലൈക്കോസ്കോപ്പി മുതലായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ശബ്ദമുണ്ടാക്കുന്ന വോക്കൽ കോഡ്, അവിടെ വരുന്ന ചെറിയ ചതകളും അതുപോലെ തന്നെ മറ്റു രോഗാവസ്ഥകളും ട്രീറ്റ് ചെയ്യുന്ന മൈക്രോ ലഞ്ചൽ സർജറി എന്ന നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേൾവി പരിശോധന ഡിപ്പാർട്ട്മെന്റ്, ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റൊട്ടീൻ ആയിട്ടുള്ള ഹിയറിംഗ് ടെസ്റ്റുകളും നവജാത ശിശുക്കളുടെ ഹിയറിംഗ് സ്ക്രീനിങ്ങും ചെയ്യുന്നുണ്ട്. അതുപോലെ വോയിസ് തെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ശബ്ദം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ 24 മണിക്കൂറും എമർജൻസി ENT സർവീസസ് ലഭ്യമാണ്. അപ്പോൾ നമുക്കിവിടെ സർവ്വസജ്ജമായ ഒരു ENT ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസിലുണ്ട്. ചെവി, മൂക്ക്, തൊണ്ട, ശബ്ദം സംബന്ധിച്ച എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിന്റെ പരിഹാരം നേടാവുന്നതാണ്. താങ്ക് യു.